മഹാരാഷ്ട്രയിൽ തോറ്റാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നമ്മൾ നൽകിയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലെ ജയവും പരാജയവും ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നിന്ന് അട്ടിമറി വിജയമാണ് ഇന്ത്യ സഖ്യം നേടിയത്. ഏറ്റവും അധികം എംപിമാരെ വിജയിപ്പിച്ച കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂപ്പർ പവർ ആകുമെന്നാണ് കരുതിയത്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് അവിടെ മഹാവികാസ് അഘാഡി സഖ്യത്തെ കാത്തിരുന്നത്. എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തിന് കൂടിയാണ് ഇതോടെ അവസാനമാകുന്നത്. മഹാരാഷ്ട്രയിൽ സംഭവിച്ച തോൽവി ബീഹാർ അടക്കമുള്ള വലിയ സംസ്ഥാനങ്ങൾ ആവർത്തിക്കുമെന്നും പ്രാദേശിക പാർട്ടികളുടെ വികാരത്തിന് കോൺഗ്രസ് മാനിക്കണമെന്നുമാണ് മറ്റു പാർട്ടികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ കോൺഗ്രസിന്റെ ചില നടപടികൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന്റെ തനിപ്പകർപ്പാണ് മഹാരാഷ്ട്രയിൽ നടന്നത് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് പിന്നാലെ ബംഗാളിലെ കഴിഞ്ഞകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസും പകവീട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ റബ്ബർ സ്റ്റാമ്പ് ആകാൻ തങ്ങളില്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. പാർലമെന്റിൽ അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തെയും പിന്തുണയ്ക്കാൻ തങ്ങളില്ലെന്ന് TMC നിലപാട് എടുത്തുവെന്ന് NTTV റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പാർലമെന്റ് നടക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും എങ്കിലേ പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനാവൂ എന്നുമാണ് തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് നിലപാടെടുത്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ ഒരുമിച്ചെങ്കിലും TMCയുടെ തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷിയല്ല കോൺഗ്രസ് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാർട്ടി അംഗീകരിക്കേണ്ടതില്ലെന്നാണ് മമതാ ബാനർജി മുന്നോട്ട് വെക്കുന്ന നിലപാട്. ഇത് കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. 240-നടുത്ത് MPമാരുടെ പിന്തുണയുണ്ടെന്ന് കോൺഗ്രസ് വാദിക്കുമ്പോൾ അതിൽ തന്നെ 29 MPമാർ തൃണമൂലിൽ നിന്നുള്ളവരാണ്. നിർണായക ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഈ MPമാർ ആരെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസിന് പോലും വലിയ നിശ്ചയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും TMCയും കോൺഗ്രസും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകളും ലോക്സഭയിലേക്കുള്ള പോരാട്ടത്തിൽ 40-ൽ 29 മണ്ഡലങ്ങളിലും TMC ആയിരുന്നു ജയിച്ചത്. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിട്ടതിനെ തുടർന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് മാറ്റം വന്നിരിക്കുന്നത്. എന്നാൽ BJPയുമായി തുടർന്നു വരുന്ന വലിയ അസ്വാരസ്യമാണ് TMCയും കോൺഗ്രസും തമ്മിലുള്ള ഏകബന്ധമെന്നും കാണാം. അതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്ന് തന്നെ പറയാം. കോൺഗ്രസുമായി അകന്നു നിൽക്കുമ്പോഴും BJPയുമായി TMC കൈ കൊടുക്കില്ലെന്ന് കോൺഗ്രസ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. TMCയെ ഇന്ത്യ മുന്നണിയുടെ സുപ്രധാന കക്ഷിയായിട്ടാണ് കോൺഗ്രസ് കരുതുന്നത്. മുന്നണിയുടെ യോഗങ്ങളിൽ TMC പങ്കെടുക്കുന്നുമുണ്ട്. അതേസമയം DMKയുടെ മുന്നണിയുടെ നിലപാടും കോൺഗ്രസിന് അത്ര ആശ്വാസകരമല്ല എന്നും കാണാം. ഈ പാർട്ടികളെല്ലാം അന്ധമായ BJP വൈര്യത്തിന്റെ പുറത്താണ് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. മഹാരാഷ്ട്രയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിന് പിന്തുണയ്ക്കാതെ പാർലമെന്റിനകത്ത് പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുവാനാണ് DMKയുടെയും TMCയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന ദേശീയ പ്രശ്നങ്ങൾക്ക് കാര്യമായ പിന്തുണ ഇനി ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം.